ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. നമുക്കറിയാം, ദുബായിൽ വെച്ചുള്ള എയർ ഷോയിൽ വെച്ച് നമ്മുടെ തേജസ് ക്രാഷ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അതിൽ വീരമൃത്യു വരിച്ച നമ്മുടെ ജവാൻ നമാം സിയാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെ വളരെ വലിയ ഒരു നമ്മുടെ ഇന്ത്യയിൽ അടിച്ചമർത്തി താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ അവർ നന്നായിട്ട് അത് മുതലെടുത്തുകൊണ്ട് ഒരുപാട് കുപ്രചാരണങ്ങൾ ഈ തേജസിനെ സംബന്ധിച്ച് നടത്തുന്നുണ്ട്. അതായത് തേജസ് അത്ര നല്ല ഒരു സംഭവമല്ല, അത് നല്ലൊരു എയർക്രാഫ്റ്റേ അല്ല, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പാകിസ്ഥാൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേജസ്സിന് ഓയിൽ ലീക്ക് ഉണ്ട് എന്നൊക്കെ കുറെ അങ്ങനെ ഒരു അലിഗേഷൻ ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. സെയിം തന്നെയാണ് ചൈനയും ഒട്ടും പുറകോട്ടല്ല. അപ്പൊ അവർക്കൊക്കെ ഒരു വീണ് കിട്ടിയ അവസരമാണല്ലോ, നമ്മളെ താറടിച്ച് കാട്ടാൻ വേണ്ടി ഒരു വീണ് കിട്ടിയ അവസരമാണല്ലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ തേജസ്സിന് എന്താണ് സംഭവിച്ചത്, ഈ പറയുന്ന കുപ്രചാരണങ്ങൾക്കൊക്കെ എന്താണ് പ്രശസ്തി, എന്താണ് സംഭവിക്കാൻ കാരണമായത്, തേജസ് ഒരു നമുക്ക് എന്താ അത്ര കരുത്തായിട്ടുള്ള ഒരു യുദ്ധവിമാനമല്ല എന്നൊക്കെ നമുക്ക് കുറെ അധികം ചർച്ചകളും കാര്യങ്ങളൊക്കെ ഈ വരുന്ന സാഹചര്യത്തിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. എങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച നിങ്ങളിലോട്ട് എത്തിക്കാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെ മുൻപായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അധികം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതും കൂടെ പറഞ്ഞു പോയെങ്കിൽ മാത്രമേ ഇവിടെ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു പ്രശസ്തി നമുക്ക് മനസ്സിലാകുള്ളൂ. ഇപ്പൊ നമ്മൾ SIR സംഭവമൊക്കെ നടന്നിട്ടുണ്ട് അല്ലെ. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് SIR എന്തിനാണ് നടത്തുന്നത്, എന്താണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും എന്റെ ചാനലിൽ കയറി കാണുക. അപ്പൊ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ആ വീഡിയോ കൊടുക്കുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഡൽഹിയിൽ ഒരു യുദ്ധം ഉണ്ടായാൽ, ഒരു ബോംബ് ആക്രമണം ഉണ്ടായല്ലേ, അത് ശരിക്കും ഇതിന്റെ ഒരു ഭാഗമായിട്ട്, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2.0 ഒരു ഭാഗമായിട്ട് നടന്ന ഒരു സംഭവമാണ്. കാരണം നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇപ്പോഴും നമ്മുടെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചിട്ടില്ല. അതിന് 2.0 അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആദ്യമേ നമ്മൾ 2.0ക്ക് മുമ്പ് നമ്മൾ ആദ്യമേ തുടക്കം സ്റ്റാർട്ടിങ് ഇടേണ്ടത് നമ്മുടെ ഇന്ത്യയിലാണ്. കാരണം ഒരുപാട് ഫണ്ടിങ് നമ്മുടെ ഇന്ത്യ നടപ്പുണ്ട്. അപ്പൊ ഇന്ത്യക്കാരെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയെ തന്നെയാണ് ഇവന്മാർ ഒളിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉമർ നബിയെ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുകയും അവന്മാരെ തുരുത്തുകയും നിർഭാഗ്യവശാല് അവന്മാര് പൊട്ടിക്കാൻ വെച്ചിരുന്ന ആ ബോംബ് പൊട്ടുകയും 13 പേര് മൃത്യു വരികയും ചെയ്തിരുന്നു. അപ്പം അതിനേക്കാളും വലിയൊരു ദുരന്തം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ നമ്മുടെ ഈ എയർഫോഴ്സ് സംഘടന അത്രയധികം ഇന്റലിജന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം നമുക്ക് ഒഴിവാക്കി കിട്ടിയത് എന്ന് ഓർക്കണം. അപ്പം അതുകൊണ്ടാണ് ആദ്യമേ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇത് ഒരുപാട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ഒരു ദിവസം നമുക്ക് 3 ലക്ഷം കോടിയിലധികം ഫണ്ടാണ്, അതായത് രൂപയാണ് സീസ് ചെയ്തെടുത്തത്. നമ്മുടെ കേരളത്തിൽ നിന്ന് സീസ് ചെയ്തെടുത്തത്. കേരളത്തിൽ നിന്നാണ് ഓർക്കണം. അത് എത്ര മറുനാടൻ മലയാളി ഒഴികെ ബാക്കി ഒരു ചാനലും അത് ഒരു വാർത്തയാക്കി കണ്ടില്ല. പക്ഷെ നമ്മുടെ ഒരു എയർക്രാഫ്റ്റ് തകർന്നു, അങ്ങനെ തകർന്നു, നമ്മുടെ തേജസ് തകർന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ വളരെ വലിയ ഒരു വാർത്തയാക്കും. പക്ഷെ ഈ 3 ലക്ഷം കോടി രൂപ സീസ് ചെയ്തൊന്നും നമുക്കിവിടെ വാർത്തയായിട്ട് വന്നിരുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാണ്. അതൊന്നും വരത്തില്ല. അപ്പൊ ഈ ഫണ്ടിങ് തടയണം. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ 2.0ക്ക് മുമ്പ് ഈ ഫണ്ടിങ് തടയണം. പിന്നെ ഇവരുടെ അവിടെ ഇവിടെ എല്ലാം ഈ മാരകായുധങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന എല്ലാം കണ്ടെത്തണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വളരെ വലിയ നമ്മുടെ വെസ്റ്റ് ബംഗാളില് അങ്ങനെയുള്ള സ്ഥലത്ത് എല്ലാ മേഖലയിലും, ഇന്ത്യയിലെ എല്ലാ മേഖലയിലും ഒരു വലിയൊരു സെർച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ ഇപ്പം തേജസ് ഇതുപോലെ ഒരു അപകടത്തിൽപ്പെട്ടത്, ക്രാഷ് ആയത്. അപ്പൊ അതിലേക്ക് വരുന്ന മുമ്പ് പാകിസ്ഥാൻ ആരോപിക്കുന്ന മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ എഞ്ചിൻ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ആരോപിക്കുന്ന കാര്യം. നമ്മൾ നോക്കുക, അപ്പം നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുടിൻ രക്ഷിച്ച ഒരു വാർത്ത ഇവിടെ പ്രചരിച്ചപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി വിദേശത്ത് പോകുമ്പോഴത്തേക്ക് മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്. ആ സെയിം സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഒരു യുദ്ധവിമാനം ഒരു ഫ്ലൈയിങ്ങിന് തയ്യാറെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് അധികം ഒത്തിരി കടമ്പകൾ കടന്നിട്ടാണ് അതൊരു എയർ ഫ്ലൈക്ക് തയ്യാറാകുന്നത്. അപ്പൊ അതിന് ഒരുപാട് സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എയർ ഇന്ത്യ ക്രാഫ്റ്റ് ആയ സമയത്ത് തന്നെ നമ്മൾ എയർ ഇന്ത്യ ഒരു സ്ഥലത്ത് വിമാനം ഒരു സ്ഥലത്ത് ലാൻഡ് ആയതിനു ശേഷം പിന്നെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സുരക്ഷയാണ് ഉറപ്പുവരുത്തുന്നത് എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു പാസഞ്ചേഴ്സിന് പോകാനുള്ള ഒരു വിമാനം അത്രയധികം സുരക്ഷത ഉറപ്പുവരുത്തുമ്പം നമ്മുടെ ഒരു തേജസ് പോലെയുള്ള നമ്മുടെ ഒരു യുദ്ധവിമാനം എയർ ഫ്ലൈറ്റ് തയ്യാറാകുമ്പം അതെല്ലാം ഒരു 100 വട്ടം അവര് ഉറപ്പുവരുത്തിയിരിക്കും. അതുപോലെയുള്ള ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അപ്പൊ ഒരിക്കലും അതിന് ഓയിൽ ലീക്ക് ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു 100% നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്.
അതുപോലെ തന്നെ ഇതിന്റെ ഇനി പറയാനുള്ള നമ്മുടെ ഇതിന്റെ എഞ്ചിന്റെ കാര്യങ്ങളാണ്. അപ്പൊ നമ്മളിപ്പോ US കമ്പനി ആയിട്ടുള്ള GS എയർസ്പേസിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ എഞ്ചിൻ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സപ്ലൈ ചെയ്യുന്ന US കമ്പനിയാണ്. അപ്പം ഇങ്ങനെ കുറെ അധികം തെറ്റിദ്ധാരണകൾ വരുന്നുണ്ട്. ഇനി ഇതിന്റെ പിറകിൽ അമേരിക്ക ആയിരിക്കുമോ? കാരണം എന്താണ്, നമ്മുടെ ഈ തേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു യുദ്ധവിമാനം 2001 നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു ക്ലാഷ് സംഭവിക്കുന്നത് 2004 ഇതിനൊരു ക്ലാഷ് സംഭവിക്കുന്നത്. പിന്നീട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ 2025 കഴിഞ്ഞ ദിവസമാണ് പിന്നെ ഇപ്പൊ ഈ ഒരു ക്ലാഷും കൂടെ സംഭവിക്കുന്നത്. അപ്പം USA പോലെയുള്ള കൺട്രീസ് ഒരുപാട് അലിഗേഷൻസ് പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ അടിച്ചിരുത്തണം. കാരണം ഈ തേജസ് വാങ്ങാൻ വേണ്ടി, നമ്മുടെ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് തേജസ് വാങ്ങാൻ വേണ്ടി കുറെ അധികം രാജ്യങ്ങൾ മുന്നോട്ട് ചർച്ചയായിട്ട് വന്നിരുന്നു. അർജന്റീന, പിന്നെ ഫിലിപ്പീൻസ്, ഈജിപ്റ്റ്, നൈജീരിയ പോലെയുള്ള കുറെ അധികം രാജ്യങ്ങൾ നമ്മുടെ ഈ തേജസ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ഇട്ടിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോഴത്തേക്ക് അമേരിക്കൻ യുദ്ധവിമാനമായ F-16, F-35 പോലെ ഒന്നുമല്ല, അതിനേക്കാളൊക്കെ വളരെ താണാണ് നമ്മുടെ തേജസ് നിൽക്കുമെങ്കിലും പക്ഷെ വില താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നല്ലതാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷത്തോളം കടന്നു കഴിഞ്ഞിരുന്നു. പക്ഷെ നമുക്കിപ്പം 70 വർഷമായതേ ഉള്ളൂ. അവരിപ്പം 170 വർഷത്തോളമായി അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട്. അവരാണ് ഏറ്റവും ഇപ്പം സാമ്പത്തികപരമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം അമേരിക്കയാണ്. പക്ഷെ നമ്മളിപ്പോൾ 70 വർഷം പിന്നിട്ടേക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ പോരായ്മകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അമേരിക്കയ്ക്ക് അറിയാം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്, താമസിക്കാതെ അതിനെ അവർ ഒപ്പം എത്തുമെന്ന ഒരു ഭയം അവർക്കുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവർക്കൊരു വെല്ലുവിളിയാകും എന്നൊരു ഭയം മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള കുറെ അലിഗേഷൻസ് ഇങ്ങനെ പറിച്ചുവിടുന്നത് എന്നുള്ളൊരു വാസ്തവമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമുക്കിപ്പം ഇതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ യുദ്ധവിമാനം പറന്ന് താഴോട്ട് വരുന്ന കഴിഞ്ഞിട്ടാണ് ഇത് ബ്ലാസ്റ്റ് ആവുന്നത്, അത് ക്രാഷ് ആവുന്നത്. അതിനു മുമ്പായിട്ട് വേണമെങ്കിൽ നമ്മുടെ പൈലറ്റിന് ഇതിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. 2004 തേജസിൽ നിന്ന് ഇതുപോലെ ക്രാഷ് ഉണ്ടായപ്പോഴത്തേക്ക് പൈലറ്റ് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈജറ്റ് വഴി പൈലറ്റിന് വേണമെങ്കിൽ പുറത്തു ചാടാം. അങ്ങനെ 2004 പൈലറ്റ് രക്ഷപ്പെടുകയും വിമാനം മാത്രം ക്രാഷ് ആകുകയും ചെയ്തു. അപ്പൊ അത് നമ്മുടെ മാധ്യമങ്ങളുടെ ഇടയിൽ വളരെ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ തന്നെ ഈജറ്റ് ഉപയോഗിച്ച് പൈലറ്റ് പുറത്ത് ചാടിയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈലറ്റിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് സംഭവിച്ചിരിക്കാം. കാരണം അത് പറക്കുന്ന കണ്ടില്ലേ, തലങ്ങനെയും വിലങ്ങനെയും കുത്തനെയും എല്ലാമാണ്. അങ്ങനെയാണ് ഇത് ഷോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ മറിഞ്ഞ് ഇങ്ങനെ വന്ന് പിന്നെ കുത്തനെ ചാഞ്ഞ് പിന്നെ മുകളോട്ട് വന്ന് അങ്ങനെയൊക്കെയാണ് ഇത് നമ്മളെ ഷോ കാണിപ്പിക്കുന്നത്. അപ്പൊ ഒരു പക്ഷെ ഇദ്ദേഹത്തിന്റെ ഹെഡിൽ ബ്ലഡ് ക്ലോട്ട് ആയേക്കാം, പിന്നെ എന്താണ് തലകറക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ അദ്ദേഹത്തിന് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി കാണാനുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും എഞ്ചിൻ പിന്നെ സ്റ്റക്ക് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഒരു വന്നു വെച്ചാൽ -G അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് -G എന്ന ഒരു ഇതുണ്ട്. അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് പിന്നീട് കുത്തനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കറിയാം, നമ്മൾ പ്ലെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്കൊന്ന് മുകളോട്ട് എടുക്കുമ്പോഴും താഴോട്ട് ലാൻഡ് ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെയായ ഒരു ട്രസ്റ്റ് നമ്മുടെ ശരീരത്തും അനുഭവപ്പെടും. ചിലവർക്ക് ചെവിക്കാത്ത വേദന, നമുക്ക് മൂക്കിൽ കൂടെ ബ്ലഡ് എടുക്കുക, അങ്ങനത്തെ ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതായത് ക്രോസ് ചെയ്യണം, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് -G ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ബലമാണ്. അപ്പം മനുഷ്യരില്ലേ, നമ്മളെല്ലാം മനുഷ്യരല്ലേ. അപ്പം നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് അങ്ങനെ ചിലപ്പം ക്രാഷ് ആയേക്കാം എന്നാണ് ഒരു നിഗമനം വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ഈജിപ്റ്റ് വഴി പുറത്തു ചാടാൻ പറ്റാതെ വന്നതെന്ന് നമുക്ക് വിചാരിക്കാം. നമ്മുടെ കാവേരി എന്ന് പറഞ്ഞ ഒരു ജെറ്റ് നമ്മൾ റഷ്യയുമായിട്ട് ചേർന്നിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറെ പോരായ്മകളൊക്കെ ഉണ്ട്. അതിന്റെ ഒരു പണിപ്പുര ഒരു 80% നമ്മളിപ്പം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇതിന്റെ ഒരു എഞ്ചിൻ പറയുമ്പോഴത്തേക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ വേണം. അപ്പൊ നമുക്കത് ഡെവലപ്പ് ചെയ്യാനുള്ള സ്വന്തമായിട്ട് ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാനൊന്നും ഒരു കൺട്രിക്ക് അത്ര പെട്ടെന്ന് കഴിയത്തില്ല. പക്ഷെ അമേരിക്കയാണ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ ഏറ്റവും വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രാജ്യം. അതിനിപ്പോ റഷ്യക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവരതിന് വളരെ ആപ്റ്റ് ആണ് അമേരിക്ക. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു അഹങ്കാരം. പക്ഷെ നമ്മൾ ഒരു നാൾ ഇതിനെല്ലാം ക്രോസ് ചെയ്തിട്ട് നമ്മളും പതുക്കെ ഇതിലോട്ട് എത്തിക്കും. അപ്പൊ നമ്മളെ അമേരിക്ക പയക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ നമ്മുടെ ഇവിടെ അമേരിക്കക്കാർ നുഴഞ്ഞു കയറി വന്ന് നമ്മുടെ യുദ്ധവിമാനത്തിൽ ഒരു എന്തെങ്കിലും ക്രാഷ് ഉണ്ടാക്കാൻ രീതിയിൽ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ എളുപ്പത്തിലൊന്നും നമ്മുടെ ഇന്ത്യയിലോട്ട് ആർക്കും അങ്ങനെ നുഴഞ്ഞു കയറി നമ്മുടെ ഈ സമ്പ്രദായം, നമ്മുടെ ഈ എയർ സിസ്റ്റവും നമ്മുടെ ഈ ഇങ്ങനെ പെട്ടെന്ന് തകർക്കാനൊന്നും പറ്റില്ല. അത്ര എഫിഷ്യന്റ് ആണ് നമ്മുടെ ഈ വ്യോമസേന എന്ന്
പറഞ്ഞത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അറിയാം, ഈ പറയുന്നവർ തന്നെ ചൈനയുടെ ആണെങ്കിലും J-70 എന്ന് പറഞ്ഞ യുദ്ധവിമാനം ഒരുപാട് തവണ തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ ആണെങ്കിൽ F-35 എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ എഫിഷ്യന്റ് ആയിട്ടുള്ള അവരുടെ യുദ്ധവിമാനമാണ്. അത് ഒരുപാട് തവണയാണ് ക്ലാഷ് ആയിട്ടുള്ളത്. അതുപോലെ F-60 എന്ന് പറഞ്ഞ അവരുടെ അമേരിക്കയുടെ തന്നെ യുദ്ധവിമാനം എന്ന് പറയുന്നത് 140 തവണ ക്ലാഷ് ആയിട്ടുണ്ട്. ഇതൊക്കെ അവർ മറച്ചു വെച്ചിട്ടാണ് ഇപ്പം ഇന്ത്യക്ക് കിട്ടിയ സമയത്ത്, അവർ വീണ് കിട്ടിയ സമയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മുടെ ഇന്ത്യയെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസം മാത്രമാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമുക്ക് വരേണ്ട പ്രധാനപ്പെട്ട വാർത്തകളൊന്നും നമ്മുടെ കേരള ന്യൂസിൽ വരത്തില്ല. കാരണം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, 3.5 ലക്ഷം കോടി രൂപ നമ്മുടെ കേരളത്തിൽ നിന്ന് സീസ് ചെയ്തപ്പെട്ട് ആ വാർത്ത കേരളത്തിൽ വന്നിട്ടില്ല. മറുനാടൻ ഒഴികെ ബാക്കി ഒരു ചാനലിലും ആ വാർത്ത വന്നിട്ടില്ല. പക്ഷെ അത് മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം വലിയ വാർത്തയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വാർത്തകൾക്ക് എവിടുന്നാണ് ഈ ഫണ്ടിങ് വരുന്നത്, എന്തിനാണ് ഈ ഫണ്ടിങ് വരുന്നത്? അപ്പം ഈ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്താനുള്ള ഫണ്ടിങ് ആണ്. അപ്പൊ അതിന് സോഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതൊക്കെ ഇപ്പൊ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ നാനാ ഭാഗത്തും ഇപ്പൊ സെർച്ചിങ്ങും സംഭവം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുക ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ. അപ്പം തീർച്ചയായും അത് ചർച്ച ചെയ്യേണ്ടപ്പെടും. അതെന്നാണെങ്കിലും അതിന്റെ ബ്ലാക്ക് ബോക്സ് കിട്ടുമോ, തേജസിന്റെ ബ്ലാക്ക് ബോക്സ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഇപ്പം തെരച്ചിൽ നടക്കുവാണ്. ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു മറുപടി കൊടുക്കേണ്ടത് എയർക്രാഫ്റ്റ് ആണ്. പക്ഷെ അവർ IAF ആണ്. ശരിക്കും അവർ ക്ലാരിറ്റി തരില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ സുരക്ഷാ വീഴ്ച അത് മുൻനിർത്തി ഇതിനകത്ത് എന്താണ് പറ്റിയെന്നുള്ള കാര്യം അത് പുറത്തോട്ട് എന്താണെങ്കിലും നമ്മളിലോട്ട് എത്തിക്കത്തില്ല. പക്ഷെ IAFന്റെ അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇതിൽ നിന്ന് കിട്ടും. പക്ഷെ നമുക്കത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരിലോട്ട് അവരത് ലീക്ക് ആക്കത്തില്ല. അവർക്ക് പുറത്തു വിടേണ്ട കാര്യങ്ങൾ മാത്രമേ പുറത്തു വിടുകയുള്ളൂ. കാരണം ഇത് യുദ്ധവിമാനമാണല്ലോ, കുറെ രഹസ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ സുരക്ഷയെ അത് സാരമായി തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നത്. പിന്നെ എന്താണ് പറയാനുള്ളത്? അപ്പം ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇങ്ങനെ നടക്കുന്നു. ഏത് നിമിഷവും നമുക്കൊരു യുദ്ധം പ്രതീക്ഷിക്കാം. നമുക്ക് ഒരു പക്ഷേ അത് ബംഗ്ലാദേശ് അവിടെ തുടങ്ങി വെക്കാം, അല്ലെങ്കിൽ എന്നാണേലും നമ്മുടെ പാകിസ്ഥാനുമായിട്ട് തന്നെ ഒരു യുദ്ധം ഉടനടി ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഒരു സംശയമില്ലാതെ പറയേണ്ട ഒരു കാര്യം. കാരണം അവർ അടങ്ങിയിരിക്കില്ല, അവരിങ്ങനെ നമ്മളിങ്ങനെ ചൊറിഞ്ഞു മാതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് കിട്ടിയൊന്നും പോരാ. അപ്പൊ അങ്ങനെ ഒരു സംസാരവും ഈ അണിയറയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊരു കൺക്ലൂഷൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര പറയാവുള്ളൂ. എന്താണേലും പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന പോലെ ഈ ഓയിൽ ലീക്കും കാര്യങ്ങളും ഒന്നും ആയിരിക്കത്തില്ല. ഒരു പക്ഷേ നമ്മുടെ ഇദ്ദേഹത്തിന്, നമ്മുടെ ഈ യുദ്ധവിമാനം പ്രവർത്തിപ്പിച്ച് നമ്മുടെ പൈലറ്റിനുണ്ടായ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ -Gയിലോട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ശരീരത്തിലുണ്ടായ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അദ്ദേഹത്തിന്റെ തലയിലുണ്ടായ എന്തെങ്കിലും ക്ലോട്ടിങ്ങോ ബ്ലഡ് ക്ലോട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. തല ചുറ്റുന്ന ഒരു സിറ്റുവേഷൻ വരും. കാരണം അത് കുത്തനെയും വിലങ്ങനെയും നൂരെയും എല്ലാം ഇങ്ങനെ ഫ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് അങ്ങനെ ഉണ്ടാകും. കാരണം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വികലാൻഡി വികലാൻഡി പോകുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ റൈഡിൽ കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ കുത്തനെയും വിലങ്ങനെയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമ്മൾ ഓടുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് തലചുറ്റിലും ഛർദിയും ഒക്കെ ഉണ്ടാകും. അത് സെയിം സിറ്റുവേഷൻ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം മനുഷ്യരല്ലേ. അങ്ങനെ ഒരു സ്റ്റാൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്ര നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പൈലറ്റിന് മാത്രമേ ഇത് പറത്താൻ പറ്റുള്ളൂ. കാരണം 200 ഫീറ്റിന് മുകളിലാണ് ഇത് പറത്തുന്നത്. അതുപോലെ തന്നെ താഴോട്ട് ഇറക്കുകയും വേണം. കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഇത് ഈ ഒരു ഷോയിലോട്ടൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഇത് മറ്റൊരു രാജ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ കുപ്രചനങ്ങൾക്ക് ദൈവത്തെ ഓർത്ത് നമ്മുടെ ഇന്ത്യൻ ജനങ്ങൾ അത് നിരസിക്കണം, അത് വിശ്വസിക്കരുത്. അപ്പൊ നമുക്ക് നമ്മുടെ എയർഫോഴ്സിനെ തന്നെ നമ്മൾ വിശ്വസിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം നമ്മുടെ രാജ്യം, നമ്മുടെ യുദ്ധവിമാനം, നമ്മൾ ഇന്ത്യക്കാരാണ്. അപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്തോട് നിൽക്കാനുള്ള ഒരു മനോഭാവമാണ് വേണ്ടത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ.